ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സിമ്പിൾ തോരനുമായിട്ടാണ്, ക്യാപ്സിക്കം തോരൻ. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ 4 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 കുഞ്ഞുള്ളി കുഞ്ഞ് സൈസായിട്ട് അരിഞ്ഞത്, 3 അല്ലി കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ കടുക് താളിക്കാൻ ഉണക്കമുളക്, പിന്നെ 3 പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ക്യാപ്സിക്കം നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് വരാം. ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ള നമ്മൾ ആ വെള്ള കളർ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞിട്ട് അകത്തുള്ള ആ വെള്ളയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പുറത്തുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ തോരന്. നമ്മൾ വെള്ളം എല്ലാം എടുത്ത് മാറ്റണം. മാറ്റിയിട്ട് കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞുകൊണ്ട് വരാം. നമ്മുടെ ക്യാപ്സിക്കം ഇപ്പോൾ കുഞ്ഞതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തോരൻ വയ്ക്കാം. അപ്പം അടുപ്പ് കത്തിച്ച് നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കടുക് താളിച്ചിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാം. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ആ എണ്ണയിലും നമ്മുടെ ഉള്ളിയിലൊക്കെ കിടന്ന് കുറച്ചൊന്ന് വഴണം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ട് അപ്പോൾ കുറച്ച് മുളക് പൊടി മതി. നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ആവി വെച്ച് വേവിക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആവിലിത് നല്ലപോലെ വേവും. നമ്മൾ വെള്ളം ഒന്നും തളിച്ച് കൊടുക്കേണ്ട. ആവിലിത് നല്ലപോലെ ഇത് വെന്ത് കിട്ടും. പിന്നെ അടച്ച് വെച്ച് വേവിക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ തോരൻ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.